ആ നമസ്കാരം. ആ പാവങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ആംബുലൻസ് പോകുന്നതാണ്. അത് പറയുമ്പോൾ ചിരിക്കുക, ആൾക്കാർ ആർത്ത് വിളിക്കുക ആംബുലൻസില്. തമിഴിലെ ഏറെ ഇഷ്ടമുള്ള നടനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാനും അടക്കം എല്ലാവരും ചിലപ്പോൾ ഒരു നിമിഷം ആലോചിക്കാതെ തന്നെ പറയുന്നൊരു ആദ്യത്തെ പേര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രജനീകാന്ത് ആയിരിക്കും. രജനീകാന്ത്, കമലഹാസൻ. അതുപോലെ തന്നെയാണ് നമുക്ക് വിജയോടുള്ള ആരാധന, ഇഷ്ടം എന്നുള്ള കാര്യം. എൻ്റെയൊക്കെ ആരാധന എന്ന് പറഞ്ഞാൽ അയാളെ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇതുവരെ ഇന്ന് വരെ ഒരു നടനെയോ ഒരു നടിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സെലിബ്രിറ്റീസിനെ കാണാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന് ഇതുപോലുള്ള ഉന്തലും തള്ളലും പോകേണ്ട ഒരു ഗതികേട് ആയ കാലത്തും അന്നും ഇന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവത്തുമില്ല. ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ആരാധന എന്നുള്ളൊരു കാര്യം തലച്ചോറിനെ തിന്നു തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾ മരിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളല്ലാതെ മാറിയിട്ടുണ്ടാവും. നിങ്ങളൊരു സോംബി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ സോംബി എന്നുള്ള ലെവലിലേക്ക് നിന്ന സാധാരണ പച്ച മനുഷ്യരെയാണ് അവിടെ കണ്ടതും. ഏതാണ്ട് 40-ലധികം മനുഷ്യർ മരണപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നാണ് അറിയുന്നത്. ഈ നിമിഷം വരെ എന്താണ് നമ്മുടെ വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഈ നിമിഷം വരെയും ആ മരണപ്പെട്ട വീടുകളിലെയോ കുടുംബങ്ങളിലോ ഒരു സ്ഥലത്തോ ഒന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല, ആ സ്ഥലത്ത് നടന്നിട്ടുള്ള ഇവിടെ മൊത്തത്തിൽ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അലിഗേഷൻസ് ഒക്കെ വരുന്നെങ്കിലും എല്ലാവരും ഇപ്പം ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ കമൻറ്റ് ബോക്സ് നോക്കിക്കോ, ഇദ്ദേഹത്തിൻ്റെ ആരാധകർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് തെറി പറയും. അതായത് കേരളത്തിലുള്ള ആൾക്കാർ ഇവിടെ തമിഴ്നാട്ടിൽ നോക്കി പറയും തമിഴ്നാട്ടിലുള്ള എല്ലാവരും ആരാധന മൂത്ത് കിടക്കുന്നവരാണ്. നിങ്ങൾ ഈ വിജയുടെ ഈ ഒരു സംഭവത്തിന് ഇപ്പോൾ എതിർത്ത് പറഞ്ഞു നോക്കട്ടെ. ഈ കമൻറ്റ് ബോക്സുകൾ കാണാം, പോടാ പറ്റതേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് തലച്ചോറിൻ്റെ അകത്ത് വിവരവും ആളുതാമസം ഇല്ലാത്തവന്മാരൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് വിജയ് അണ്ണാന്ന് കരഞ്ഞു മെഴുകിക്കോ. ഒരു കാര്യം പറയും, ഇത്രയും ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഈ അടുത്ത കാലത്ത് എന്താണ് ഒരിടത്തും അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇനി അടയാളപ്പെട്ട് തന്നെ പോകും. ഇനി കുറേയധികം പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരു അമ്മ കരയുന്നുണ്ട്. അവർ നൊന്ത് കരയുക. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ അമ്മയുടെ കണ്ണുനീരിന് പകരം വയ്ക്കാൻ വിജയുടെ കോടികളൊന്നും പോരാ. അവർക്ക് നഷ്ടപ്പെട്ട അവർ സൃഷ്ടിച്ച 2 കുട്ടികളാണ്. ഇതിനെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കാനും മറ്റത് വിളിക്കാനും വരുന്ന കമന്റ് ബോക്സിൽ വരാനോ ഒക്കെ പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറ്റുമോ? അദ്ദേഹത്തിന്റെ തമിഴക വെട്ടിക്കഴകോ അങ്ങനെ എന്തോ സംഭവമാണല്ലോ അദ്ദേഹം ഉണ്ടാക്കുന്നത് TV അല്ലേ. അപ്പം എന്തായിക്കൂടെ DMK കുറിച്ച് ആരോപണങ്ങൾ വരുന്നു, TV കുറിച്ച് ആരോപണം വരുന്നു. ഇപ്പോൾ ഓക്കെ, രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം പോലെയോ അല്ല, അത് വല്ലാത്തൊരു രാഷ്ട്രീയമാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു രാഷ്ട്രീയം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ സിനിമാ ജീവിതം എല്ലാം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ഓക്കെ, ഞാനടക്കം എൻ്റെ കമൻറ്റ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ അടക്കം വിജയ് തീ എന്നുള്ള രീതിയിലേക്ക് നമ്മളും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കയറി വരട്ടെ, കാരണം തമിഴ്നാട് ഒരുപാട് മാറ്റം ഉണ്ടാവട്ടെ എന്നുള്ള രീതി. പക്ഷേ എന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തിൻ്റെ ഈ ചാർട്ട് ചെയ്ത പ്രോഗ്രാമിന് ഇവിടെ അവിടുത്തെ ഗവൺമെൻറ്റോ അവിടുത്തെ തദ്ദേശ വകുപ്പോ എന്തോ ആ സ്ഥലത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലത്ത് അതിനുള്ളൊരു ഗ്രൗണ്ടോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കാതെ ഒരു ചെറിയൊരു സ്പേസ് ആണ് കൊടുത്തത്. ഒരു 4 വരി പാതയോ എന്തോ ആണ് കൊടുത്തത്. ആ സ്ഥലത്താണ് നടത്തിയത്. അപ്പം ആ ഉദ്ദേശ സ്ഥലത്ത് ആൾക്കാർ ഇത്രയും വന്ന് കൂടുമെന്നിരിക്കെ ആ ഒരു പ്രോഗ്രാമിന് കൊടുത്ത സ്ഥലം ഇങ്ങനെയാണ്. വളരെ ചെറിയ പരിമിതമായ സ്ഥലത്താണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് ആൾക്കാർ തിങ്ങിക്കൂടും. 8 മണിക്കൂർ ലേറ്റാണ് പ്രോഗ്രാം. അതായത് വിജയ് എന്നുള്ള വ്യക്തി 8 മണിക്കൂർ ലേറ്റാക്കി ആ മനുഷ്യന്മാരവിടെ തിങ്ങിക്കൂടി വിജയെ കാണാമല്ലോ, ഒരു നോക്ക് കാണാം. തമിഴ്നാട്ടിലുള്ള അവരുടെ ആരാധനയാണ്.
സ്നേഹമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളും വൃദ്ധരും ഇത് രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവിടെ ഇപ്പോഴും പറയരുത് മലയാളികൾക്ക് ആരാധന ഇല്ലെന്ന്. ഇവിടെ ഹണി റോസ് വരുമ്പോഴും അന്നാരാജൻ വരുമ്പോഴും മറ്റുള്ള സെലിബ്രിറ്റീസ് ഇപ്പോൾ വേടം വരുമ്പോഴും മറ്റുള്ള പല ആൾക്കാർ വരുന്ന സമയത്തും തിങ്ങി നെരുങ്ങി അവിടെ ഉണ്ടാക്കിയിട്ടുള്ള കോപ്രായങ്ങളെല്ലാം ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലിരുന്ന ആൾക്കാർ നമുക്കൊന്നും ആരാധനയില്ലേ, തമിഴന്മാർക്ക് മാത്രമാണ് ആരാധന എന്നൊന്നും പറയണ്ട. നമുക്കും ഉണ്ട് ആരാധന. അവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ എന്നുള്ള രീതിയിലായിക്കോട്ടെ, ഈ സിനിമാ നടിമാരുടെ പിന്നും മുന്നും ഒക്കെ കാണാൻ വേണ്ടിയിരുന്ന ലെവലായിക്കോട്ടെ, എല്ലാ തരത്തിലും നമുക്കുണ്ട്. എന്നാൽ ഒരു പരിധി വരെ ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് പറഞ്ഞാൽ അംഗീകരിക്കാം. അല്ലാതെ ആരാധന ഇവിടെ ഒന്നും ഇല്ല എന്നൊന്നും ആരും പറയാതിരിക്കുന്നതാണ് നല്ലത്. ആരെന്ന് വെച്ചാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ബഹുഭൂരിഷ ആൾക്കാർക്ക് ഈ സാധനം ഉണ്ട്. കാരണം അത് നമ്മൾ കാണുന്നു എവിഡന്റ് ആയിട്ട്. 8 മണിക്കൂർ വൈകിപ്പിച്ച് ആ ആൾക്കാർ പൊരിവെയിലത്ത് വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാതെ ഒന്നിനും പറ്റാതെ അവിടെ കിടന്ന് പേടഞ്ഞു. അവസാനം എന്താ സംഭവിച്ചത്? ഈ വിജയുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു കാരവന്റെ മുകളിലെന്തോആണ് അവിടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്പീക്കർ കട്ട് ചെയ്തു. ഈ സ്പീക്കർ കട്ട് ചെയ്തതും ആ സ്പീക്കർ കട്ട് ചെയ്യുന്നതോട് ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ആർക്കും അത് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല. കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ആൾക്കാർ ഈ തിങ്ങി നിറഞ്ഞ് ജനസമുദ്രമാണ്, അതിങ്ങനെ അടുത്തേക്ക് ഇദ്ദേഹം വരുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. അപ്പോൾ ഈ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. ആദ്യം കറണ്ട് പോകുന്നുണ്ട്, പിന്നെ കറണ്ട് വന്നു, അതിനുശേഷം സ്പീക്കർ കട്ടാവുന്നു, അതിനുശേഷം സ്പീക്കറിൽ അത് അദ്ദേഹം ഉച്ചയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ കുറേ ആൾക്കാർ കുഴഞ്ഞു വീണ് തുടങ്ങുന്നു. അതിനുശേഷം പിന്നെ എന്താണ് ഈ ജനങ്ങളുടെ ഈ ഇടിച്ചു കയറുന്ന ആ ഒരു സാന്ദ്രത, അങ്ങനെ ആ ഒരു പ്രഷർ ഇങ്ങനെ കൂടിയ സമയത്ത് ആൾക്കാർ ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യങ്ങൾ വരുന്നു. അപ്പോഴാണ് ഈ ആംബുലൻസ് വരുന്നത്. അപ്പോൾ ആംബുലൻസ് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടതാണ്, ഇതാണ് ആംബുലൻസ് അവിടെ നിന്ന് ആളെയും കൊണ്ട് പോണ സമയത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പോട്ടെ, ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുമോ? ഒരു മനുഷ്യൻ സാധാരണക്കാർ ഇങ്ങനെ സംസാരിക്കുമോ? കേക്ക്. ആംബുലൻസ് നമ്മുടെ കൊടി. അപ്പോൾ ആർത്ത് വിളിക്കുക. ഇതുപോലെ പറയാൻ ആർക്ക് കഴിയൂടെ? ഇവിടെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ട് ഈ തരത്തിൽ സംസാരിച്ച് ഗതികെടുന്ന ഒരൊറ്റ വ്യക്തികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ആംബുലൻസിൽ നമ്മളെ കൂടി, അതായത് ആംബുലൻസിൻ്റെ അകത്തിരിക്കുന്ന ആരാ? ബോധം കെട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന. അതിനകത്ത് എത്രയോ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് പോയാലും ആർത്ത് വിളിച്ചാലും പല ആൾക്കാരും ഇന്ന് ജീവനോടെ ഇല്ല. അവിടെ നിന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളുടെ അകത്ത് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകൾ കാണണം. വിജയുടെ പ്രതികരണം MK സ്റ്റാലിൻ ഈ പറഞ്ഞ സ്ഥലത്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ എത്തുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ധനസഹായവും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മുൻകരുതലെടുത്തു. ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവ്, അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുള്ളവർക്ക് ഉണ്ടാവാം, അത് ചെയ്തു. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന്റെ സെറ്റപ്പ്, അദ്ദേഹത്തിന് വേണ്ടി കൂടി അവിടെ വന്ന് മരണപ്പെട്ട ആൾക്കാരെ വന്ന് കാണാനോ അവരൊന്ന് ആശ്വസിപ്പിക്കാനോ തയ്യാറാവാതെ നാഴികയ്ക്ക് 40 വട്ടം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആൾക്കാരെയും മറന്നുകൊണ്ട് അവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവിടെ നിന്ന് ചെന്നൈക്ക് പറന്നു അദ്ദേഹം. മനസ്സിലാവുന്നു. 8 മണിക്കൂർ ലേറ്റാക്കി എന്നുള്ളൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഇനി തമിഴ്നാട് ഗവൺമെന്റ് ഇദ്ദേഹത്തിനോടുള്ള പ്രതികാര അഭിവാഞ്ച വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തില്ല, ഗ്രൗണ്ടോ മറ്റുള്ള സ്ഥലങ്ങളോ വലിയ സ്ഥലങ്ങളോ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. തന്നെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ എണ്ണം ഇദ്ദേഹത്തിന് അറിയാൻ പറ്റാത്തതാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചിന്തിക്കുക, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ സ്ഥലത്ത് നമുക്ക് പ്രോഗ്രാം വയ്ക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്കത് പിന്നൊരു അവസരത്തിൽ നമുക്ക് ആ സ്ഥലത്ത് വയ്ക്കാം, ഒരു കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കാം എന്ന് തീരുമാനിച്ചത് ഒഴിവാക്കേണ്ടത് ആരാ? അത് ഒഴിവാക്കിയോ? ആരാണ് മരണപ്പെട്ടത്? ഈ കമൻറ്റ് ബോക്സിൽ ഇനി അഥവാ കമൻറ്റ് ഇടുന്ന ഇദ്ദേഹത്തിന് വേണ്ടി അണ്ണൈ എന്ന് വിളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ഒരു വ്യക്തി ഇതുപോലെ സ്ഥലത്തേക്ക് പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം അത് കമൻറ്റ് ചെയ്യാൻ. ഇതുപോലത്തെ അപക്വത, ഇദ്ദേഹം സിനിമാ നടനാണ്, ഓക്കെ, സിനിമാ നടനായിട്ടിരിക്കുന്നതാണ് നല്ലത്. വിജയ് ഒരു സിനിമാ നടനായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല ഇത്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല. കുറച്ച് നാളിന് മുമ്പ് അദ്ദേഹം ഞാൻ എൻ്റെ കരിയറിൻ്റെ പീക്ക് ടൈമിലാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്, എനിക്ക് കോടികൾ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ. അല്ലാതെ ഞാൻ എൻ്റെ ഇതൊക്കെ പോയി ഫെയിമൊക്കെ പോയി എന്തോ എൻ്റെ മാർക്കറ്റില്ലാത്ത സമയത്തല്ല ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതൊക്കെ പറഞ്ഞ് നിരന്തരം
ഈ പറഞ്ഞ തരത്തിൽ ഒരുമാതിരി ആൾക്കാരെ ഇങ്ങനെ പരിഹസിക്കുകയും മോശമായ വാക്കുകളോ ഒരു വല്ലാത്ത രീതിയിൽ വർത്തമാനം ഈ നമ്മുടെ സിനിമയിൽ കാണുന്ന സ്റ്റാർസ് സംസാരിക്കുന്നില്ല അതേ തരത്തിൽ. പറഞ്ഞിട്ട് കാര്യമില്ല, പോയവർക്ക് പോയി, അല്ല എന്താ പറയാ. அவங்க சோச்சல் வந்துட்டு அவரோட புறத்து வெளியில் ஒரு பெரிய ஸ்தலத்தில் இவரை வந்துட்டு ஒரு 5000 பேர் மெயின் ரோடு பிஸியான ரோடு ஒரு 5000 பேர் ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെ വന്നതാണ് 15,000ക്ക് മുകളിൽ. വിജയ് വർമ്മപുരം 5000 പേർക്ക് പറ്റുന്നൊരു സ്ഥലം കൊടുത്തു, ഒരു ഗ്രൗണ്ട് ചോദിച്ചു, അത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ 5000 പേര് വരുമെന്നുള്ള രീതിയിൽ പക്ഷെ 15,000 പേരിലധികം വന്നു. അയാൾ ഇവിടെ എത്തിച്ച് വൈകിട്ട് 7 മണിക്ക്. സോ ഇവിടെ വന്നത് കൂടുതലായിട്ട് വന്നത് കുട്ടികളും വിജയ് കാണാൻ എന്തായി പോയി ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഇവിടെ കുടിക്കാനായിട്ട് വന്നില്ല. ஸோ விஜய் வரும்போது ஒரு மணிக்கு ஒரு பரலாங்க அவருந்து ഇവിടെ വരാനായിട്ട് 1:30 മണിക്കൂറായി. സോ വിജയ് ഇവിടെ വരുമ്പോൾ കറണ്ട് കട്ട് ചെയ്തു. സെക്കൻഡ് വന്നിട്ട് അയാള് വന്ന് ഇവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ സ്പീക്കറിന്റെ വയറുണ്ടല്ലോ അതെയും കട്ട് ചെയ്തു. അപ്പൊ പബ്ലിക്കിന് എന്തായി, ഇയാൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. സോ അപ്പൊ ഒരേ സമയത്തില് കംപ്ലീറ്റ് പേര് ഇവിടെ അയാളുടെ വണ്ടീന്റെ അടുത്ത് വരുമ്പോൾ ഒരുപാട് ഇതായി. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ 2-3 നാളായി മറിച്ചു പോയി. 2-3 പോസ്റ്റില് ഉണ്ടായിരുന്നു. ഇല്ല അത് എന്നാളെ പറയാൻ പറ്റില്ല. ഇങ്ങനെ കറണ്ട് കട്ടായിരുന്നില്ല. ബട്ട് കറണ്ട് വന്ന് വിജയ് ഇരിക്കുമ്പോൾ തന്നെ കറണ്ട് വന്നിരിച്ച്. ഇതിനകത്ത് രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപാടുണ്ടാവാം. രാഷ്ട്രീയ നാടകങ്ങൾ എന്തോ ആയിക്കോട്ടെ. ഇപ്പം ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു, വിജയിയെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റേ DMKയുടെ ആൾക്കാർ സ്റ്റാലിൻ്റെ ആൾക്കാരൊക്കെ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെളിയിക്കട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വളരെ മാസമായിട്ടുള്ള ആൾക്കാർ വരുമെന്നിരിക്കെ ഒരു സ്ഥലത്തേക്ക് വരുമെന്നുള്ളൊരു കാര്യത്തിൻ്റെ അത് ഇന്നത്തെ സമയത്ത് വരുമെന്ന് പറഞ്ഞ വ്യക്തി എന്തിന് 8 മണിക്കൂറിന് ശേഷം ലേറ്റായി വന്നു? ആ ആൾക്കാർ പുല്ല് വരായി എന്നെ കാണാനല്ലേ, അവിടെ ഇരിക്കട്ടെ, ഞാൻ ലേറ്റായിട്ട് വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരും, ഞാൻ ലേറ്റായിട്ട് വന്നാൽ എന്നെ കാണാൻ ആൾക്കാരുടെ എണ്ണം കൂടണം, നിറയെ വരണം, തമിഴ്നാട് മൊത്തം കാണട്ടെ, എന്നെ കാണാൻ ആൾക്കാർ കൂടി നിൽക്കുന്നത്. ഈ നിൽക്കുന്ന മനുഷ്യരോ നിർധനരായ വെറും പാവങ്ങളാ, പട്ടിണി പാവങ്ങളാ, കഷ്ടപ്പെടുന്നവരാ, കർഷകരാ. അവരവിടെ വന്ന് ജോലിയും കൂലിയും എല്ലാം മാറ്റി വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് കുട്ടികളും ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് വന്നിട്ട് അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ, അവരുടെ ഇഷ്ടമെന്നേ ഞാൻ പറയുന്നുള്ളൂ. വന്നു നിന്നു. പക്ഷേ ഇദ്ദേഹം ഒരു മിനിമം മനസാക്ഷി കാണിക്കുന്നതിനിടെ 8 മണിക്കൂർ എന്തിനാണ് ലേറ്റ് ആക്കിയത്? അദ്ദേഹം ആ സമയത്തും ചെന്നൈയിലാണ്. അദ്ദേഹം നേരത്തെ 8 മണിക്കൂർ ഇത് മരണം നടന്ന ഉടനെ തന്നെ അവിടെ ഓടി രക്ഷപ്പെട്ടല്ലോ. എന്താ 8 മണിക്കൂർ ലേറ്റാക്കി? ഈ മരണപ്പെട്ട ഒരൊറ്റ വ്യക്തികളെ ഇതൊരു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയില്ലല്ലോ. എന്തുകൊണ്ട് പോയില്ല? ഇത് ഞാൻ പറയുന്ന ഒരു മനുഷ്യനായിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് എനിക്ക് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു വലിയൊരു ഗംഭീരമായ സംഭവങ്ങളൊക്കെ ലൈവായിട്ട് ഞാൻ കണ്ട ഒരാളാണ്. അതിന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടൊരു വ്യക്തിയാണ്. എനിക്കിഷ്ടമുള്ളൊരു ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹം ചെയ്യുന്ന പല നല്ല കാര്യങ്ങൾ. കാരണം സിനിമാ നടൻ എന്നുള്ള വിജയിക്കപ്പുറം നമ്മുടെ സിനിമയ്ക്കപ്പുറം ഇദ്ദേഹം ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്ത ആൾക്കാർ, നേരിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെയുള്ള സുഹൃത്തുക്കളൊക്കെ വഴി ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരെയും വെറുപ്പിച്ചു വല്ലാത്ത രീതിയിലേക്ക് ആക്കിയിട്ട് അവസാനം ഈ പണി ഇപ്പം ഇവരുടെ തന്നെ ആൾക്കാർ മനഃപൂർവ്വം ചെയ്താണെന്ന് എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല? മറ്റൊരു ചെയ്യുന്നതിന് എങ്ങനെ പറയാൻ പറ്റും? അതൊന്നും പറയാൻ പറ്റത്തില്ല. ആരാണ് ചെയ്തതോ ആര് ചെയ്തില്ലയോ. പക്ഷേ വിജയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ DMKയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. DMK പൂർണ്ണമായിട്ടും എല്ലാം ശരിയായിട്ട് ചെയ്യുന്നു പറയുന്നില്ല. അവർ മറ്റൊരു സ്ഥലം കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവരിത് ചെയ്തു. പക്ഷേ അവർ കൊടുക്കാത്ത സ്ഥലത്ത് അവർ കൊടുത്തില്ല, സ്ഥലം കൊടുത്തില്ല, അനുമതി കൊടുത്തില്ല. അപ്പോൾ അവർ സ്ഥലം കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഇവരാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇത്രയും പരിമിതമായ സൗകര്യത്തിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വയ്ക്കണം. പിന്നെ ഒരു സമയത്ത് ആ ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ ചെയ്യണമെന്ന് വിചാരിക്കണം. അതൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പോയി, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇനി ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കും. ഇനി എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുക? ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് പിന്നെ പെട്ടെന്നൊക്കെ മറന്ന് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സീരിയസ്ലി ഞാൻ പറയാം, 100% ഈ വിജയുടെ ഈ ആക്ടിനോട് എനിക്ക് 100% വിയോജിപ്പ് തന്നെയാണുള്ളത്. ആൾക്കാരെ കൂട്ടി നിർത്തി 8 മണിക്കൂർ ലേറ്റാക്കിപ്പിച്ചു എന്നുള്ള ഒറ്റ റീസൺ തന്നെ അതിനൊരു കാരണം തന്നെയാണ്. അത് ന്യായീകരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് മാത്രമല്ല, പാവങ്ങളെയും കൊണ്ട് ശ്വാസം മുട്ടി മരണത്തിൻ്റെ അരികെ നിൽക്കുന്ന ആൾക്കാരെയും കൊണ്ട് പോകുന്ന ആംബുലൻസിന് നമ്മുടെ കൊടിയുണ്ടെന്നൊക്കെ പറയുന്ന ഏത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടേ? എത്ര വലിയ ഊളത്തരാണ് വിളിച്ച് പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഞാനൊരു മനുഷ്യനായിട്ടാണ് സംസാരിച്ചത്. ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ഇതുപോലെയൊക്കെ പോയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. ബൈ.